मार मार बहन की लौड़ी मार तेरी बहन की तेरी माँ की चुस्सा क्या बहुत बड़ी है तेरी माँ चोट दो मादर चोट मारा बहन की लौड़ी कैसे तेरी माँ की चुस्सा अरे साइड बहुत बड़ी है भाई पीछे लिख दिया है इस पे, ये सामने और साइड में आई लव मोहम्मद लिखा हुआ है और ये रात में लिख के गया है और भी गांव के मंदिरों। ഇപ്പോൾ നമുക്ക് കണ്ട ഈ രണ്ട് വീഡിയോസ് അത് രണ്ടും ഇന്നലെ ഒരൊറ്റ ദിവസം റിപ്പോർട്ട് ചെയ്ത വീഡിയോസാണ്. ഒന്ന്, ക്ഷേത്രത്തിന് മുന്നിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ RS പ്രവർത്തകർ പിടികൂടുന്നു. രണ്ട്, വഹിക്കുമെന്ന് പറഞ്ഞ യുവതിയെ പരസ്യമായ രീതിയിൽ ആക്രമിക്കുകയും വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് സാധിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ നിരന്തരം മതേതരത്വം പറയുന്നു, ജനാധിപത്യം മതേതരത്വം എന്ന് പറയുന്നു. ഈ മതേതരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ആണിക്കല്ലളക്കുന്ന രീതിയിലാണ് RSS സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അവർ ഈ രാജ്യത്ത് ഓരോ സ്റ്റേറ്റിലും അവർ ഉണ്ടാക്കുന്ന വർഗീയപരമായ വേർതിരിവുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും പല രീതിയിൽ പല പോസ്റ്റുകൾ വരുമ്പോൾ അതിൽ കമൻസ് വരുന്നു, നമ്മൾ തമ്മിൽ സംഘർഷം ഉള്ള രീതിയിലേക്ക് ഓരോ മതം പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ആരാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായ പ്ലാനിലാണ് RSS പണിയെടുക്കുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1925 മുതൽ 100 വർഷത്തെ കൃത്യമായ പ്ലാൻ അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ നടപ്പിലാക്കുന്നത്. ഇന്ന് 2025. ഇനിയും പല രീതിയിലുള്ള പല വർഗീയ വേർതിരിവ് നടത്താൻ വേണ്ടിയിട്ടുള്ള പല ലഹളവും പല സംഘർഷാവസ്ഥകളും അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അവർ ഉറങ്ങാൻ മുന്നേ അവർ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ്. അത് നമ്മൾ ഓരോ വിഷയങ്ങളും വരുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമ്മൾ യഥാർത്ഥവും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മിന്നാൻ നടക്കുന്ന നിഷാന്റെയും ഷാജഹാൻ്റെയും ഒക്കെ ഇഷ്യൂ ചർച്ച ചെയ്യുമ്പോഴും മറു രീതിയിൽ RSS എന്ന സംഘപരിവാർ ഈ രാജ്യം ഒട്ടാകെ ഇവർ നടത്തുന്ന ഈ വർഗീയ കലാപങ്ങൾ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. എലക്ഷൻ ആവാറായി, ഇനിയും പല പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ടാവും. നമ്മുടെ രാജ്യത്ത് അഖണ്ഡതയും നമ്മുടെ രാജ്യത്ത് മതേതരവും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകണം. ആ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലളക്കുന്ന വിധമാണ് BJPയും RSSും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി RSSനെയും BJPയും ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.